ഇനി മൂന്നാമതായി ഗ്രോക്കിനോട് ചോദിച്ചു, പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് ആദ്യം പറഞ്ഞത് ആരാണ്, ആദ്യം ചർച്ച ചെയ്തത് ആരാണ്? അതിന് ഗ്രോക്കിൻ്റെ മറുപടി, പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് ആദ്യമായി ചിന്തിച്ചവർ അല്ലെങ്കിൽ ചർച്ച ചെയ്തവർ ആരാണെന്ന് കൃത്യമായി പറയുക ബുദ്ധിമുട്ടാണ്. കാരണം ഇത്തരം ചോദ്യങ്ങൾ മനുഷ്യചിന്തയുടെ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത സംസ്കാരങ്ങളിലും തത്വചിന്തകളിലും ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ട ചിന്തകളും ചർച്ചകളും പുരാതന സംസ്കാരങ്ങളിൽ നിന്നും തത്വചിന്തകരിൽ നിന്നും ഉത്ഭവിച്ചതായി കാണാം. പുരാതന സംസ്കാരങ്ങളിലെ ചിന്തകൾ, വേദ ഉപനിഷത്തുകൾ, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വേദ ഉപനിഷത്തുകൾ ഏകദേശം BC 1500 മുതൽ 600 കാലഘട്ടം വരെ, ആ ഒരു കാലഘട്ടത്തിൽ വേദ ഉപനിഷത്തുകളിൽ പറഞ്ഞു, ഇന്ത്യൻ തത്വചിന്തയിൽ പ്രത്യേകിച്ച് ഋഗ്വേദത്തിലെ നാസദീയ സൂക്തം, ഋഗ്വേദം 10:129 പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു പ്രാചീന രചനയാണ് ഇത്. ആദിയിൽ ഒന്നുമില്ലായിരുന്നു, ഉണ്ടായിരുന്നില്ല, ശൂന്യത മാത്രമായിരുന്നോ എന്ന് ചോദിക്കുന്നു. കൂടാതെ ഒരു അജ്ഞാതമായ അനന്തമായ അവസ്ഥയെ വിവരിക്കുന്നു. ഇവിടെ പ്രപഞ്ചത്തിന് മുമ്പുള്ള അവസ്ഥയെ ന ബീജം ന തമ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇവിടെ ഈ ന ബീജം ന തമ എന്നതിനെ ഗ്രോക്ക് തർജ്ജമ ചെയ്തതിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ന ഉണ്ട് ന ഇല്ല എന്നാണ് തർജ്ജമ ചെയ്തിട്ടുള്ളതെങ്കിലും അതിലെന്തോ പ്രശ്നമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും നോക്കാം. ഗ്രോക്കിന് മലയാളം അത്രത്തോളം പെർഫെക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. പൊതുവെ AI-കളൊക്കെ ഏതാനും ഭാഷകളിൽ ലിമിറ്റഡാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോന്നിനും പരിമിതികൾ കൂടും. അങ്ങനെ അത്തരത്തിൽ പരിമിതികൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ പരിമിതികളുള്ള ഭാഷകളിൽ ഒന്ന് നമ്മുടെ മലയാളമാണ്. അപ്പോൾ അതിൽ ഉള്ളൊരു പരിമിതി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്ന് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇതൊരു അവ്യക്തവും അനുമാനിക്കാനാവാത്തതുമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. അതായത് നബീജം ന തമ എന്ന് പറയുന്നത്. ഈ ചിന്തകൾ ആദ്യമായി ആര് രചിച്ചു എന്ന് കൃത്യമായി പറയാനാവില്ല. കാരണം വേദങ്ങൾ സാമൂഹികമായി വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ടവയാണ്. പക്ഷേ ഇത് ലോകത്തിലെ ഏറ്റവും പഴയ രേഖാമൂലമുള്ള ചിന്തകളിൽ ഒന്നാണ്. 2 മെസപ്പൊട്ടേമിയൻ പുരാണങ്ങൾ ഏകദേശം BC 2000, BC എന്ന് പറയുമ്പോൾ ബിഫോർ ക്രൈസ്റ്റ് എന്ന രീതിയിലാണ് മുമ്പ് യൂസ് ചെയ്തിരുന്നതെന്നാണ് അറിവ്. എന്നാൽ ഇപ്പോൾ BCE ആയിട്ടാണ് യൂസ് ചെയ്യുക. അതായത് ബിഫോർ കോമൺ എറ 2025 നമ്മളുള്ളത്. ഇത് അപ്പോൾ ഈ കോമൺ എറ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 2000 വർഷം മുമ്പ്, ഏകദേശം ഇന്നത്തെ കണക്കെടുത്താൽ 4025 വർഷം മുമ്പ് അല്ലെങ്കിൽ 4000-ലധികം വർഷം മുമ്പ് ഉള്ള മെസപ്പൊട്ടേമിയൻ പുരാണങ്ങളിൽ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഉത്ഭവത്തിനെക്കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. മെസപ്പൊട്ടേമിയൻ സംസ്കാരങ്ങളിൽ എനുമ എലിസ് എന്ന സൃഷ്ടിപുരാണം ഒരു ആദിമ ശൂന്യതയെ, തിയാമാത്ത്, അപ്സു എന്നീ ദൈവങ്ങളെ പ്രതിനിധീകരിക്കുന്ന കടലിൻ്റെ അവസ്ഥ വിവരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിന് മുമ്പുള്ള ഈ അവസ്ഥയെക്കുറിച്ചുള്ള ചിന്തകൾ ബാബിലോണിയൻ പുരോഹിതന്മാർ രേഖപ്പെടുത്തിയവയാണ്. പക്ഷേ ഇവിടെയും ഒരു വ്യക്തിയെ കൃത്യമായി ചൂണ്ടിക്കാണിക്കാനാവില്ല. മൂന്നാമത്തേത് പുരാതന ഗ്രീക്ക് തത്വചിന്ത. BC 600 BC 400 ആ ഒരു കാലഘട്ടത്തിൽ ഹെസിയോഡ് എഴുതി. BC 8-ാം ശതകം, BC 800-ലുള്ള ഹെസിയോഡ് തൻ്റെ തിയോഗണി എന്ന കൃതിയിൽ പ്രപഞ്ചത്തിന് മുമ്പുള്ള അവസ്ഥയെ കാവോസ്, ഒരു അനന്തമായ ശൂന്യതയായി വിവരിക്കുന്നു. ഇത് ഗ്രീക്ക് പുരാണങ്ങളിൽ പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചുള്ള ആദ്യത്തെ രേഖാമൂലമുള്ള വിവരണങ്ങളിൽ ഒന്നാണ്. അനക്സിമാൻഡർ BC 6-ാം ശതകം, BC 600-ൽ ജീവിച്ചിരുന്ന അനക്സിമാൻഡർ ഒരു പ്രീ സോക്രറ്റിക് തത്വചിന്തകനാണ്. എപ്പേറോൺ, അനന്തവും അതിരില്ലാത്തതുമായ ഒരവസ്ഥ എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഈ അനക്സിമാൻഡർ പ്രപഞ്ചത്തിൻ്റെ എല്ലാം ഈ അപ്പേറോണിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് അവൻ വാദിച്ചു. ഇത് പ്രപഞ്ചത്തിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ചുള്ള ഒരു തത്വചിന്താപരമായ വിശദീകരണമാണ്. ആദ്യ ചർച്ചകൾ. വ്യക്തി vs സാമൂഹിക ചിന്ത. പ്രപഞ്ചത്തിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് ആദ്യമായി ചിന്തിച്ചത് ഒരു വ്യക്തിയല്ല, മറിച്ച്
സംസ്കാരങ്ങൾക്കുള്ളിലെ സാമൂഹിക ചിന്തകളായിരിക്കാം. ഉദാഹരണത്തിന് വേദകാലത്തെ ഋഷികൾ, മെസപ്പൊട്ടേമിയൻ പുരോഹിതന്മാർ, ഗ്രീക്ക് കവികൾ എന്നിവർ തങ്ങളുടെ സമൂഹത്തിൻ്റെ കൂട്ടായ ചിന്തകളെ രേഖപ്പെടുത്തുകയോ വികസിപ്പിക്കുകയോ ചെയ്തു. ചർച്ചകൾ. രേഖാമൂലമുള്ള ചർച്ചകൾ ആദ്യമുണ്ടായത് ഗ്രീക്ക് തത്വചിന്തകർക്കിടയിലാണ്. പ്രത്യേകിച്ച് പ്ലേറ്റോ, BC 400 ജീവിച്ചിരുന്ന പ്ലേറ്റോ തൻ്റെ ടൈമേസ് എന്ന കൃതിയിൽ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. എന്നാൽ മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യുന്നത് പിന്നീട് അരിസ്റ്റോട്ടിൽ, BC 400 ജീവിച്ചിരുന്ന 400 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അരിസ്റ്റോട്ടിൽ തൻ്റെ മെറ്റാഫിസിക്സ് എന്ന കൃതിയിൽ ഒരു അനന്തമായ കാരണം എന്ന ആശയത്തിലൂടെ ചെയ്യുന്നു. ആദ്യം പറഞ്ഞത് ആര്? നാസദീയ സൂക്തം. ഋഗ്വേദത്തിലെ നാസദീയ സൂക്തം ലോകത്തിലെ ഏറ്റവും പഴയ രേഖാമൂലമുള്ള വിവരണമായി കണക്കാക്കപ്പെടുന്നു. ഏകദേശം BC 1500 മുതൽ 1200 വരെയുള്ള കാലഘട്ടത്തിൽ ഇത് ഒരു വ്യക്തിയുടെ രചനയല്ല, മറിച്ച് വേദ ഋഷികളുടെ കൂട്ടായ ചിന്തയാണ്. പാശ്ചാത്യ ലോകത്ത് ഹെസിയോഡിൻ്റെ തിയോഗണി BC 8-ാം ശതകം ഒരു വ്യക്തിയുടെ പേര് രേഖപ്പെടുത്തിയ ആദ്യ വിവരണമാണ്. സംഗ്രഹം. ആദ്യം പറഞ്ഞത് കൃത്യമായ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഋഗ്വേദത്തിലെ നാസദീയ സൂക്തം BC 1500-1200 ഏറ്റവും പഴയ രേഖാമൂലമുള്ള വിവരണമാണ്. പാശ്ചാത്യ ലോകത്ത് ഹെസിയോഡ് BC 800 ഹെസിയോഡാണ് ആദ്യം രേഖപ്പെടുത്തിയത്. ആദ്യ ചർച്ച ഗ്രീക്ക് തത്വചിന്തകർക്കിടയിലാണ് ഉണ്ടായത്. അനക്സിമാൻഡർ, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവർ തത്വചിന്താപരമായ ചർച്ചകൾ ആരംഭിച്ചു. ഏകദേശം BC 600 മുതൽ 400 വരെയുള്ള ശതകങ്ങളിൽ അതായത് BC 600 മുതൽ 400 വരെയുള്ള ശതകങ്ങളിൽ പിന്നെ വീണ്ടും ഗ്രോക്ക് ചോദിക്കുകയാണ്, നിനക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും വേറെ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതേപോലെ ഗ്രോക്ക് ചോദിച്ചിട്ടുണ്ട്.